അപ്പൊ അങ്ങനെ നമ്മളെ ഒരുവിധം പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മളൊന്ന് എന്താ ചെയ്തത് പരിചയപ്പെടുത്താട്ടാ. അപ്പൊ ഇവിടെ 2 ഇഞ്ചിന്റെ CPVC പൈപ്പാണ് ഇട്ടിട്ടുള്ളത്. 2 ഇഞ്ചിന്റെ CPVC പൈപ്പ് എന്നെ സംബന്ധിച്ചോളം ഞാൻ ആദ്യമായിട്ടാ പണിയണ കേട്ടാ. അപ്പൊ ഇവിടെ വന്നിട്ടുള്ള 2 ഇഞ്ച്, 3/4, 1.25, 1.5 ഇല്ല, അങ്ങനെ എല്ലാ പൈപ്പും ഉണ്ട്. ഈ അര ടാങ്ക് ഒരു 1500 ലിറ്റർ കേട്ടാ. പ്രഷർ പമ്പ് ഉണ്ട്. അപ്പൊ നമ്മൾ ടാങ്കിൽ നമ്മൾ എടുത്തിട്ടുള്ള ലൈനുകള് 1, 2, 3 ഇതൊരെണ്ണം വരുന്നത് നോൺ പ്രഷറാണ് നമുക്ക് വരുന്നത്. ഈ ഒരു ലൈൻ വരുന്നത് നമുക്ക് പ്രഷർ ലൈൻ. ഇത് നമ്മുടെ പ്രഷർ മോട്ടറിലേക്ക് പോണ ഒരു ലൈനാണ്. അപ്പൊ ഇതില് ബൈപ്പാസിന് വേണ്ടിയിട്ട് നമ്മളൊരു നോൺ റിട്ടേൺ വാൽവ് വെച്ചിട്ടുണ്ട്. കറണ്ട് പദവ പോവാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പൊ ഈ പ്രഷർ റിലീസ് ചെയ്തിട്ട് നേരെ അങ്ങോട്ട് തള്ളിയിട്ട് സാധനം പൊക്കോളും. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു നോൺ റിട്ടേൺ വാൽവ് വെച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ പ്രഷർ പമ്പ്. ഇപ്പോൾ വെച്ചിട്ടില്ല, അത് ലാസ്റ്റ് താമസിക്കുന്ന ഒരു ടൈമിൽ വെക്കണല്ലോ. അപ്പൊ പ്രഷർ പമ്പിന് വേണ്ടിയിട്ട് നമ്മളിവിടെ ഇട്ട് നിർത്തിയിട്ടുണ്ട്. അപ്പൊ മോട്ടർ ലൈൻ അങ്ങനെയാണ് പോണത്. ഇതിലെടുത്തു കഴിഞ്ഞാൽ ബെൻഡ് കൂടുന്ന കാരണം നമ്മൾ അതിൽ നേരെ എടുത്തിട്ടു. അപ്പോൾ പരമാവധി നമ്മൾ മുകളിൽ എല്ലാ വാലുകളും വെക്കുക. കാരണം വെച്ചാൽ മോട്ടർ എയർ വലിച്ചു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ വാലുവും ക്ലോസ് ചെയ്തിട്ട് വേറൊരു വാഷ് ഔട്ടിനുള്ള വാൽവ് വെച്ച് കഴിഞ്ഞാൽ എയർ കളയാൻ എളുപ്പമുണ്ട്. അല്ലെങ്കിൽ നമ്മൾ അടിയിൽ രണ്ടാളെ സഹായിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒറ്റയ്ക്ക് തന്നെ നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ മെയിൻ്റനൻസിന് എളുപ്പമാണ്. അപ്പോൾ ഇത് തന്നെ. അപ്പോൾ അന്നേട്ടാ ഒന്ന് കാണിച്ചു കൊടുത്തോ. അപ്പോൾ നമ്മളിതൊന്നും ക്ലാമ്പ് ചെയ്തിട്ട് ഉറപ്പിച്ചിട്ടില്ല കേട്ടോ അടിയിലേ. അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതിൽ കുറവുകളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ കമൻ്റായിട്ട് രേഖപ്പെടുത്താം. അപ്പോൾ അടുത്ത വർക്കിൽ നമുക്ക് തിരുത്താം. അപ്പോൾ എന്തെങ്കിലും സംശയങ്ങളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ ചോദിച്ചാൽ നമ്മളെ കൊണ്ട് തീർക്കാൻ പറ്റുന്നതാണ് നമ്മൾ പറഞ്ഞു തരും. ഓക്കെ.